ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതിന്റെ? എക്സ്പാൻസ് ആൻഡ് പവേഴ്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഐഡന്റിഫൈ ദ ഗ്രേറ്റർ നമ്പർ വേർ എവർ പോസിബിൾ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. പോസിബിൾ ആയത് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി, അല്ല മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. വലിയ സംഖ്യ ഉണ്ട് അപ്പം, അല്ലേ? ഫസ്റ്റ് വൺ 4:3 ഓർ 3:4. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പം ആദ്യം ഒരു ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് 4:3 or 3:4. ഇതിലാരാ വലുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ബേസ് കണ്ടിട്ട്, ഇത് നമ്മുടെ എക്സ്പോണന്റ് അല്ലേ? ഇതാണ് 4 ബേസ് 3 പവറുമാണ്. ഒരിക്കലും ബേസ് കണ്ടിട്ട് വിചാരിക്കരുത് അവരായിരിക്കും വലുതെന്ന്. അപ്പൊ ഇവിടെ 4 കണ്ടിട്ട് നിങ്ങൾ 4 ആണെന്ന് വിചാരിക്കില്ല കേട്ടോ, ഇതാണെന്ന് വിചാരിക്കില്ല. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണം. 4:3. 4:3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 4 ഈക്വൽ 4 × 4. അത് നിങ്ങൾ മൾട്ടിപ്ലൈ തന്നെ ചെയ്ത് നോക്കണം. എത്ര വരും? 4 × 4 16, 16 × 4 64 അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് പ്രത്യേകം പറയുന്നില്ല. അടുത്ത 3:4. 3:4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 4 പ്രാവശ്യം. 1 2 3 4. അപ്പൊ എത്ര വരും? ഇത് സിമ്പിൾ ആയിട്ട് 3 × 3 9. ഇവിടെ 3 × 3 9 × 9 81. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി ആരാ വലുത്? 3:4. അപ്പൊ നിങ്ങൾ എടുത്തെഴുതണം 4:3 ലെസ് ദാൻ 3:4. 3:4 അല്ലേ വലുത്? അല്ല തിരിച്ചെഴുതുക. 3:4 ഗ്രേറ്റർ ദാൻ 4:3. അത് നിങ്ങളുടെ ഇഷ്ടം. മനസ്സിലായേ? അപ്പം ഇങ്ങനെയുള്ളൂ. എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വലുതാണെന്ന് എഴുതുക. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വലുത് സൈൻ ഇട്ട് പഠിക്കുന്നതാണ് അല്ലേ? UKG LKG ഒക്കെ തൊട്ട് നിങ്ങൾ ഗ്രേറ്റർ സ്മോളർ ചെയ്ത് പഠിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ 5:3 ആണോ 3:5 ആണോ? അപ്പൊ 5:3 എങ്ങനെ എഴുതാം? 5 × 5 × 5 25 × 5 25 25 × 5 125 അല്ലേ? ഇനി 3:5 എന്ന് പറഞ്ഞാലോ? 3 5 പ്രാവശ്യം. അപ്പൊ എത്ര വരും? 81 × 3 243 അല്ലേ? 243. അപ്പൊ ഇതിലാരാ വലുത്? 125 ആണോ 243 ആണോ? അപ്പൊ ആരാ വലുത്? 3:5 അല്ലേ? അപ്പൊ എഴുതുക 5:3 ലെസ് ദാൻ 3:5 ഓർ 3:5 ഗ്രേറ്റർ ദാൻ 5:3. നമ്മൾ പെട്ടെന്ന് ആരായാലും കാണുന്ന നോക്കൂ, ഇത് ബേസ് 5 അല്ലേ? അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ കൂടുതൽ വരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പവറിന്റെ വ്യത്യാസം കണ്ടോ? ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്. അപ്പം വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും ഇത് കണ്ടിട്ട് എപ്പോഴും അയ്യോ ചെറിയ ബേസ് ഉള്ളത് വലുതാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ. തേർഡ് വൺ 2:8 ഓർ 8:2. 2:8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 8 പ്രാവശ്യം എഴുതണം. 8 2 8 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും ആൻസർ? 256. മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇനി 8:2 എന്ന് പറഞ്ഞാൽ 64. അപ്പൊ ഇതിലാരാ വലുത്? പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ മനസ്സിലായി. കണ്ടോ? 2:8 ആണ് വലുത്. അപ്പം 2:8 ഈസ് ഗ്രേറ്റർ ദാൻ 8:2 എന്ന് എഴുതാം. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കണക്കാട്ടോ. ഓക്കെ. അടുത്തത് ഫോർത്ത് വൺ 100:2 or 2:100. ഇവിടെ 100:2 എന്ന് പറഞ്ഞാൽ 100 × 100 അല്ലേ? 100 × 100. 100 എളുപ്പവഴി ഉണ്ട്. എന്നാണ്? 10 100 അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പവഴി ഉണ്ട്. എത്ര സീറോസ് ഉണ്ട് അതാ വിട്ടു കൊടുത്താൽ മതി. 1 എഴുതി 4 0 ഉണ്ട്. അപ്പം ഇത് 10,000 ആണ് ആൻസർ. ഇനി 2:100. 2:100ന് 2 ഒരു 100 പ്രാവശ്യം ഇൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതാ അവരിവിടെ പറഞ്ഞ വേറെവർ പോസിബിൾ. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ വേറെവർ പോസിബിൾ. അത് വലിയൊരു സംഖ്യ ആയിരിക്കും, ഒരു ലാർജർ ആയിരിക്കും. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക് വേണമെങ്കിൽ. അപ്പം നമുക്ക് ഇതിന് മനസ്സിലാകാൻ ആരായിരിക്കും വലുത്? അപ്പൊ നമുക്ക് എഴുതാം 2:100 ഗ്രേറ്റർ ദാൻ 100:2 എന്നോ അല്ലെങ്കിൽ 100:2 ലെസ് ദാൻ 2:100 എന്നോ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് വൺ ചെയ്യാം. ഫിഫ്ത്ത് വൺ
2 raised to 10 or 10 raised to 2. ഇവിടെ എന്താണ് 2 raised to 10 എന്ന് പറഞ്ഞാൽ എന്താണ് 2 10 ടൈംസ് അല്ലേ 4 6 8 ഇതൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ എക്സാമിന്. ഇതിപ്പോ ഇത്ര മൾട്ടിപ്ലൈ ഒക്കെ എളുപ്പമാണ്. 2 into 2 ഇത് ഇവിടെ 4 ഇവിടെ 2 into 2 4 2 into 2 4 ഇത് 4 ഇത് 4 പിന്നെ ഈ 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതിയല്ലോ. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാമോ? 1024 എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്തത് നമുക്ക് നോക്കാം 10 raised to 2. 10 raised to 2 എന്ന് പറഞ്ഞാൽ 10 into 10 എത്രയാണ് ആൻസർ? 100 അല്ലേ? ഇതിൽ ആരാ വലുത്? 2 raised to 10. അപ്പൊ നമുക്ക് എഴുതാം 2 raised to 10 is greater than 10 raised to 2. അപ്പൊ പെട്ടെന്ന് ഞാനാണെങ്കിലും ചിന്തിച്ചു പോകും, ബേസ് 2 ആണല്ലോ, സോറി ബേസ് 10 ആണല്ലോ, ഇവിടെ 2 ആണല്ലോ, എത്ര വ്യത്യാസമുണ്ട് 10 2 തമ്മിൽ. അപ്പൊ ഇതിന്റെ പവർ ആയിരിക്കും വലുതെന്ന് വിചാരിക്കും. ഇല്ല, കണ്ടോ, ഇത് വെറും 100 ഉള്ളൂ. ഇതൊന്ന് 2 raised to 10 കണ്ടോ, 1024. അപ്പൊ ഇതുപോലെ ഗ്രേറ്റർ എന്ന് എഴുതുക. ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. അതായത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യരുത്. ഇങ്ങനെ തന്നെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. അതിനുള്ള സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്ത് ഫുൾ മാർക്ക് മേടിക്കണം ഇതിന്. ഓക്കെ, താങ്ക് യു.